അപ്പോൾ ഒരു സ്പെഷ്യൽ മസാല ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് മത്തി വറ്റിച്ചത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 5 ചെറിയുള്ളി, ഒരു 10ഓളം വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അരയാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലുണ്ട് അരച്ചെടുക്കുക. പിന്നെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ അരപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സി കഴുകിയെടുത്ത കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും, ഒരു തക്കാളി അരിഞ്ഞെടുത്തതും, 2 തണ്ട് കറിവേപ്പിലയും, 4-5 അല്ലി വെള്ളത്തിലിട്ട് വെച്ച കുടമ്പുളിയും, ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ട് തിരുമ്മി ഇടുക. അതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു ലൈക്കും തന്നോളി. പിന്നെ 1 കിലോ മത്തി ഇതേപോലെ ക്ലീൻ ചെയ്ത് നല്ല വരഞ്ഞെടുത്തിട്ടുണ്ട്. അതേ സ്പെഷ്യൽ മസാലയ്ക്ക് ഇട്ടിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇതേപോലെ തുറന്നിട്ടൊന്ന് ഷോറ്റ് കൊടുക്കണം കേട്ടോ. കയ്യിലൊന്നിട്ട് ഇളക്കായിരിക്കും നല്ലത്. അപ്പോൾ ഒരു 15 മിനിറ്റ് വേവട്ടെ. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ തീ ഓഫ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചോളൂ. നല്ല ഉഷാർ മത്തി വറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.